ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. അപ്പൊ മക്കളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മുടെ ഫിസിക്സിലെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വൺ ഷോട്ട് റിവിഷൻ ആണ്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിസിറ്റി എത്രത്തോളം നമ്മളെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം. കാരണം നമ്മളിപ്പോ വീഡിയോ കണ്ടിരിക്കുന്ന ഒരു പക്ഷേ ഫോണിലൂടെയോ ലാപ്ടോപ്പിലൂടെയൊക്കെ ആയിരിക്കില്ലേ ഈ ലാപ്ടോപ്പും ഫോണൊക്കെ എങ്ങനെയാ ചാർജ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി വേണം അല്ലെ? രാത്രി ഒരു 6 മണി മുതൽ 9:30 വരെ ലൈറ്റ് ഒന്നും ഇല്ലാതെ റൂമിൽ നമുക്ക് നിൽക്കാനാവോ? ഇല്ല. അപ്പം ഇലക്ട്രിസിറ്റി നമ്മളെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ആലോചിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലെ? അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പഠിക്കല് നമ്മുടെ കൂടെ കടമയാണ് അല്ലെ? അപ്പൊ അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രിസിറ്റിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ആക്കും. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റാകുന്ന ഫിസിക്സിലെ ഒരു ചാപ്റ്റർ ആണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതിനു മുന്നേ ഇലക്ട്രിസിറ്റിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്, പക്ഷെ ഓഫ് കോഴ്സ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് 2 ടൈപ്പ് ആണുള്ളത്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയും കറണ്ട് ഇലക്ട്രിസിറ്റിയും. എന്താണ് മക്കളെ? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ ഉള്ളതാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? കറണ്ട് ഇലക്ട്രിസിറ്റി അതൊക്കെ നിങ്ങൾ പേരുകളൊക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ വ്യത്യാസം എന്താണെന്ന് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല അല്ലെ? നമ്മൾ മനസ്സിലാക്കണം. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് റെസ്റ്റിലുള്ള ചാർജസ് ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയാണ്. എന്താണ്? ഹിയർ ചാർജസ് എന്താണ്? റെസ്റ്റിലാണ്. ചാർജസ് അറ്റ് റെസ്റ്റ്. ചാർജസ് അനങ്ങുന്നില്ല, ദേ ആർ നോട്ട് മൂവിങ്. പക്ഷെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പം അവിടെ ചാർജസ് എന്താണ്? മൂവിങ് ആണ്. ചാർജസ് എന്താണ്? മൂവിങ് ആണ്. നമ്മള് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിനെ കുറിച്ചിട്ടാണ്. മൂവിങ് ചാർജസിന്റെ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ചാർജ്? ഏത് ചാർജാ മൂവ് ചെയ്യുന്നത്? ഏത് ചാർജ് മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ചാർജസിനെ കുറിച്ച് പഠിക്കാം. ചാർജ് ക്യൂ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ക്യൂ കേട്ടോ, ക്യൂ ആണ്. 2 ടൈപ്പ് ചാർജസ് ആണുള്ളത്. നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും. നെഗറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രോൺസ് കൊടുക്കാം. പോസിറ്റീവ് ചാർജ് നമുക്ക് പ്രോട്ടോൺസ് കൊടുക്കാം. മറന്നു പോകരുത്. ചാർജസ് 2 ടൈപ്പ്, നെഗറ്റീവും പോസിറ്റീവും. ഓക്കെ. അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് ചാർജും ഇമ്പോർട്ടന്റ് ആണ്. MCQലൊക്കെ ഇത് ചോദിക്കാറുണ്ട്. കൂളോം ആണ് കേട്ടോ. കൂളോം ആണ്. സി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചാർജസിനെ കുറിച്ച് പഠിച്ചു. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി മൂവിങ് ചാർജസിനെ കുറിച്ചിട്ടാണ് എന്നും നമ്മൾ പഠിച്ചു. അപ്പൊ ചാർജസ് മൂവ് ചെയ്താലേ കറണ്ട് കിട്ടും അല്ലെ? കറണ്ട് ഇലക്ട്രിസിറ്റി, കറണ്ട് എന്ന് വിളിക്കാം അല്ലെ? കറണ്ട് കിട്ടുന്നു. ചാർജസ് മൂവ് ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ചാർജ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് കിട്ടുക? യെസ്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇലക്ട്രിസിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോൺ ഫ്ലോ അല്ലെ? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ അല്ലെ? ചാർജസ് ഫ്ലോ ചെയ്യുമ്പോൾ അല്ലെ? നമ്മൾ ചാർജസ് എന്ന് കോമൺ ആയിട്ട് പറയും. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ചാർജസ് എന്നാണ് കാണാൻ പറ്റുക. പക്ഷേ ഇലക്ട്രോൺസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ചാർജസ് മൂവ് ചെയ്യുമ്പോ കറണ്ട് കിട്ടുന്നു അല്ലെ? ചാർജസ് എവിടെയൊക്കെയോ മൂവ് ചെയ്യുന്നുണ്ടോ അവിടെയാണ് നമുക്ക് കറണ്ട് കിട്ടുന്നത് നമ്മൾ പറഞ്ഞു. സോ കറണ്ട് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എന്താണ്? ചാർജസ് ആണ് അല്ലെ? ചാർജസ് ആണ്. ഒരു സ്ഥലത്തൂടെ കുറെ ചാർജസ് പോകണമെങ്കിൽ അവിടെ കുറെ കറണ്ട് ഉണ്ടാവും അല്ലെ? അപ്പം നമുക്ക് പറയാൻ പറ്റും കറണ്ടിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് അല്ലെ? ഒരു സെക്കൻഡില് ഒരു സ്ഥലത്തൂടെ എത്രത്തോളം ചാർജസ് പോകുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് എന്ന് വിളിക്കുന്നത് അല്ലെ? ചാർജസ് ഭയങ്കര സ്പീഡിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം അവിടെ കറണ്ട് വളരെ കൂടുതലാണ്. ചാർജസ് ഇങ്ങനെ മന്ദമാണ് പോകുന്നെങ്കിൽ നമുക്ക് പറയാം അവിടെ കറണ്ട് വളരെ കുറവാണെന്ന്. നമ്മൾ പഠിച്ചിരിക്കേണ്ട ഡെഫിനിഷൻ ആണ് ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പറഞ്ഞിരിക്കണം കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം അല്ലെ? ചാർജ് ബൈ ടൈം. ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന ചാർജസ്, അതാണ് കറണ്ട് അല്ലെ? മനസ്സിലാക്കണം. ചാർജസ് അല്ലെ? ചാർജസ്. ഓക്കെ. അപ്പം കറണ്ട് ഇസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം. അപ്പൊ കറണ്ടിന് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. I ആണ്. I ഇസ് ഈക്വൽ ടു ചാർജിന് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ ആണ് Q. അപ്പൊ Q ഡിവൈഡഡ് ബൈ T എന്ന് നമുക്ക് കൊടുക്കാം അല്ലെ? I ഇസ് ഈക്വൽ ടു Q ബൈ T. സോറി, ഇക്വേഷൻ കിട്ടി കഴിഞ്ഞു. അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ബോക്സിൽ ഇട്ട് വെച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കറണ്ടിന്റെ യൂണിറ്റും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് ആംപിയർ. എന്താണ്? ആംപിയർ ആണ്. A എന്ന് പറഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും.
സെറ്റ് ആണല്ലോ. അപ്പൊ ഇക്വേഷൻ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഒരു സർക്യൂട്ടില് നമുക്ക് എത്രത്തോളം കറണ്ട് ഉണ്ടെന്ന് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഒരു ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഡിവൈസ് ഇസ് നോൺ ആസ് അമ്മീറ്റർ. എന്താണ് അമ്മീറ്റർ? ദിസ് ഡിവൈസ് യൂസ് ടു മെഷർ ദ ഇലക്ട്രിക് കറണ്ട്. നമ്മൾ പഠിച്ചു വെക്കണം, ചോദിക്കാറുണ്ട്, MCQല് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു. I is equal to Q divided by T എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഇക്വേഷൻ പഠിച്ചത് കൊണ്ട് തന്നെ അത് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ എന്തൊക്കെയാണ്? എ കറണ്ട് ഓഫ് 0.5 ആംപിയർ. യെസ്, കറണ്ട് തന്നിട്ടുണ്ട്. I is equal to 0.5 ആംപിയർ ആണ്. is drawn by a filament of an electric bulb for 10 minutes. Yes, time തന്നിട്ടുണ്ട്. എത്രയാണ്? 10 മിനിറ്റ് ആണ്. Find the amount of electric charge that flown through the circuit എന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. Q എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം അല്ലെ. സിമ്പിൾ ക്വസ്റ്റ്യൻ, 1ാം ക്ലാസ് കുട്ടിയോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ചാർജ് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ Q is equal to എന്താ മതി, I into T ചെയ്താൽ മതി അല്ലെ. Q is equal to I into T. സോ I എത്രയാണ്? 0.5 ആണ്. T എത്രയാണ്? 10 മിനിറ്റ്സ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റണം. കാരണം ടൈമിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? സെക്കൻഡിലോട്ട് മാറ്റണം. എങ്ങനെയാ മാറ്റുക? അതിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ വി വിൽ ഗെറ്റ് 600 സെക്കൻഡ്സ്. എന്താണ്? 600 സെക്കൻഡ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സിമ്പിൾ അല്ലെ. സോ ഇനി കണ്ടുപിടിച്ചൂടെ? Q is equal to 0.5 into 600. 0.5 എന്ന് പറയുമ്പോൾ ഹാഫ് ആണ് അല്ലെ. ഹാഫ് into 600 that is equal to എത്രയാണ്? 300. 300 എന്ന് മാത്രം എഴുതിയാൽ മതിയോ? പറ്റില്ല. 300 കൂളോം എന്ന് നമ്മൾ കൂട്ടത്തിൽ എഴുതി കൊടുക്കണം. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതുന്ന സമയത്ത് 300 എന്ന് ഇട്ടിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് വേണം കേട്ടോ യൂണിറ്റ് ഒക്കെ എഴുതാൻ. അല്ലാതെ കൂട്ടത്തിൽ ഇങ്ങനെ ഒന്നും എഴുതി കൊടുക്കരുത്. അപ്പൊ മനസ്സിലാവില്ല അല്ലെ. അപ്പൊ ഇതിങ്ങനെ കൃത്യമായിട്ട് എഴുതി കൊടുക്കണം. സോ വി ഗോട്ട് ദി ആൻസർ അല്ലെ. സെറ്റ് ആണല്ലോ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ആണ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ്. കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസസ് വിച്ച് അലോ ദി പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രോൺ ഫ്ലോ, അല്ലെങ്കിൽ ചാർജസിന്റെ ഫ്ലോ നടക്കുന്നത് അല്ലെ. വളരെ ഈസി ആയിട്ട് ചാർജസിന് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിനെയാണ് എന്ത് പറയുന്നത്? കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് മെറ്റൽസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. അപ്പം ഫോർ എക്സാമ്പിൾ സിൽവറിന് പറയുകയാണെങ്കിൽ സിൽവർ ഇസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. സിൽവർ പറ്റും, കോപ്പർ, അലുമിനിയം, അയൺ ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയും. എല്ലാ മെജോറിറ്റി മെറ്റൽസ് ഒക്കെ കണ്ടക്ടേഴ്സ് ആയിട്ട് വരുന്നത്. എന്താണ്? വിച്ച് അലോ ദി പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. നമ്മളെ വീട്ടിലൊക്കെ വയറിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? നമ്മളെ വയറിന്റെ ഉള്ളിൽ ഇപ്പൊ ചാർജറിന്റെ ഉള്ളിലൊക്കെ എന്താണ്? നമ്മൾ ഇത് പൊളിച്ചു നോക്കിയാൽ ഇൻസുലേറ്റർ ആണല്ലേ, മുകളിൽ ഒരു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നമ്മൾ പൊളിച്ചു നോക്കിയാൽ നമുക്കൊരു മെറ്റൽ കാണാൻ പറ്റും. ദാറ്റ് എന്താണ്? അവിടെ കണ്ടക്ടറാണ്. ആ കണ്ടക്ടറാണ് ആ സോക്കറ്റിലുള്ള കറണ്ടിന് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫോണിലോട്ട് എന്ത് ചെയ്യുന്നത്? കൊണ്ടെത്തിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ഇതാണ് നമ്മൾ കണ്ടക്ടർ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഇസ് ഇൻസുലേറ്റർ? നേരെ ഓപ്പോസിറ്റ്, മെറ്റീരിയൽ വിച്ച് ഡു നോട്ട് അലോ ദി പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. നമ്മുടെ വീട്ടിലെ വയറിങ്ങിന് വേണ്ടിയൊക്കെ നമ്മൾ മെറ്റൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ, കോപ്പർ, അലൂമിനിയം അല്ലെ, കമ്പികളൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് പകരം നമുക്ക് പേപ്പറൊക്കെ ചുരുട്ടി മടക്കി ഇങ്ങനെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കയറുകളൊക്കെ ഉപയോഗിച്ചൂടെ? പറ്റോ? പറ്റില്ല. ദേ കാൺ കണ്ടക്ട് ഇലക്ട്രിസിറ്റി അല്ലെ. ഒരു ഭാഗത്തുള്ള ചാർജിനെ മറ്റൊരു ഭാഗത്തോട്ട് ഒഴുകി കഴിഞ്ഞാൽ എവിടെ കറണ്ട് കിട്ടുള്ളൂ. ഇങ്ങനെ ഒഴുകാൻ എന്ത് പറ്റില്ല? ഇൻസുലേറ്ററിലൂടെ അവർക്ക് ഒഴുകാൻ പറ്റത്തില്ല. സോ ഇൻസുലേറ്റേഴ്സ് ആർ ദ മെറ്റീരിയൽസ്. നിങ്ങൾ പഠിച്ചു വെക്കുക. എക്സാമ്പിൾ ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റും അല്ലെ. പേപ്പർ, ഗ്ലാസ്, വുഡ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ്. മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ചാർജസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ കണ്ടക്ടേഴ്സിനെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ കണ്ടക്ടേഴ്സ് ആണ് ഇതെന്ന് വിചാരിച്ചത്. ഒരു കണ്ടക്ടർ ആണ് നമ്മളെ വീട്ടിലെ അല്ലെ, നമ്മളെ അടുത്തൊരു ട്രാൻസ്ഫോമർ ഉണ്ട് അല്ലെ, അവിടെ നമ്മളെ വീട്ടിലോട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ വിചാരിച്ചോളൂ. സോ എന്താണ്? നമ്മളൊരു വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ വീട്ടിലോട്ട് കറണ്ട് വരുന്നത് അല്ലെ, കറണ്ട് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു കറണ്ട് എന്ന് പറഞ്ഞാല് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഫ്ലോ ഓഫ് ചാർജസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സോ എന്തുണ്ടാവും? ഇതിൽ ഒരുപാട് ഇലക്ട്രോൺസ് കിടന്നിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മളോട് പറയാണ് ഇപ്പൊ ഇത്രയും പോർഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കേട്ടോ. വയറിന്റെ ചെറിയൊരു പോർഷൻ ആണ്. ഇതിലുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇതിന്റെ ടോട്ടൽ ചാർജ് എത്ര എന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയാം. നമുക്ക് ആകെ ചാർജ് ഇവിടെ ഇലക്ട്രോൺസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറയാം ഇതിൽ എത്ര, ഇതിന്റെ ചാർജസ് എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 1 2 3 4 5 6 6 ഇലക്ട്രോൺസ് ആണ് നമുക്ക് പറയാൻ പറ്റും.
ശരിയല്ലേ? ഇനി മറ്റൊരു മെറ്റൽ എടുക്കാണ്. മറ്റൊരു കണ്ടക്ടറാണ്. ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്, ഏകദേശം ഒരുപാട് തന്നെ അല്ലെ. അപ്പൊ നമ്മളോട് പറയുന്നത് ടോട്ടൽ ചാർജ് എത്ര വെച്ചാൽ നമുക്കറിയാം. ചാർജ് എന്ന് പറയുമ്പോൾ അല്ലെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇലക്ട്രോൺസിനെയാണ്. സോ ഇലക്ട്രോൺസിന് എത്ര ഉണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി അല്ലെ. 1 2 3 4 5 6 7 8 ഓക്കെ, 8 ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അറിയാം നമുക്ക് ഒരു കണ്ടക്ടർ എന്നൊക്കെ പറയുമ്പോൾ അല്ലെ നമ്മുടെ വീട്ടിലുള്ള മെറ്റൽ എന്താവട്ടെ അതിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാകും. ഇതുപോലെ 1 2 3 4 5 6 എന്നല്ല, ഒരുപാട് എണ്ണം ഉണ്ടാവും. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് അതിന്റെ ടോട്ടൽ ചാർജ് എത്രന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? അവിടെയുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണത്തെ അവിടെയുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, ഇവിടെ 6 8 എന്നൊക്കെ കിട്ടിയെങ്കിൽ അവിടെ എത്ര നമുക്ക് അറിയില്ല. സോ നമുക്ക് അതിനെ n എന്ന് കൊടുക്കാം. സോ ഹിയർ വി ഹാവ് ടോട്ടൽ ചാർജ് അല്ലെ. ടോട്ടൽ ചാർജ് ഓഫ് എ കണ്ടക്ടർ ഇസ് ഈക്വൽ ടു Ne എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിയും. ടോട്ടൽ ചാർജ് നമ്മൾ ഏത് ലെറ്റർ ഉപയോഗിച്ചത്? Q ആണ്. സോ വി ഗോട്ട് Q is equal to Ne. So charge of a conductor ചോദിച്ചു കഴിഞ്ഞാൽ Q is equal to Ne എന്ന് പറയുന്ന ഈ മനോഹരമായിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇക്വേഷൻ. നിങ്ങൾ +2 എത്തുമ്പോൾ അതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. ഇപ്പോഴേ നിങ്ങളത് മനസ്സിലാക്കി വെക്കണം. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങളോട് ചോദിക്കാനാണ്. സോ വി ഹാവ് എ പ്രോബ്ലം. A charge in a conductor has 1000 electrons excess. Calculate the total charge of the conductor. ഓക്കെ, എന്തൊക്കെ തന്നിട്ടുണ്ട്? 1000 ഇലക്ട്രോൺസ് ഉണ്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ദാറ്റ് ഈസ് n നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1000. n എന്ന് പറഞ്ഞ നമ്പർ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി ടോട്ടൽ ചാർജ് ഓഫ് ദ കണ്ടക്ടർ അല്ലെ. Q ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കാണെങ്കിൽ എന്താണ് ഇക്വേഷൻ? Q is equal to Ne എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മൾ എന്ത് ചെയ്യും? ഈ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ എന്ന് പറഞ്ഞാല് ഒരു വാല്യൂ ഉണ്ട്. നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. Q ഇതൊന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഈ എന്താണ് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഈന്റെ വാല്യൂ ആണ് ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ അല്ലെ. ഒരൊറ്റ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത് കേട്ടോ. അതാണ് ഈ എന്ന് പറഞ്ഞാൽ അതിന്റെ ചാർജ് ആണ് നമ്മൾ പഠിക്കുന്നത്. 1.6 into 10⁻⁻19 കൂളം. ഈ വാല്യൂ ആണ് ഒരൊറ്റ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. 1.6 into 10⁻⁻19 കൂളം. അപ്പൊ അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, ശ്രദ്ധിച്ചോ നിങ്ങള്. നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട വാല്യൂ ആണ്. 1.6 into 10⁻⁻19. സിമ്പിൾ ആണല്ലോ. ഇനി ഇക്വേഷനിൽ കൊടുത്ത് നോക്കിക്കൂടെ? Q is equal to 1000 into 1.6 into 10⁻⁻19. ഈ 1000 നമുക്ക് എങ്ങനെ എഴുതാം? 10⁻³ എന്ന് എഴുതാം. 10⁻³ into 1.6 into 10⁻⁻19 എഴുതാം അല്ലെ. ഈ 1.6 നമുക്ക് പുറത്തേക്ക് എടുത്താല് 10⁻³ into 10⁻⁻19. നമുക്കറിയാം ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 10⁻³ അങ്ങനെ ചെയ്യുമ്പോൾ we will get ആൻസർ എത്രയാണ്? 1.6 into 10⁻⁻16 കൂളോം ആണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടുക. എത്ര സിമ്പിൾ അല്ലെ. ഇനി ആരെങ്കിലും മറക്കുമോ? ഇതൊന്നും മറക്കാൻ പാടില്ല. അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ ചോദിച്ചാൽ നമ്മൾ തകൃതിയായിട്ട് അങ്ങോട്ട് എഴുതും അല്ലെ. സോ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഈ ക്വസ്റ്റ്യൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് 1 കൂളം ഓഫ് ചാർജ്. ഒരു കൂളം ഓഫ് ചാർജിൽ അല്ലെ, ഒരു കൂളം ചാർജില് എത്ര ഇലക്ട്രോൺസ് ആണുള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ വാല്യൂ ഒന്നല്ല വരും കേട്ടോ. ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാകും. സെറ്റ് ആണല്ലോ. എന്തൊക്കെ തന്നിട്ടുണ്ട്? കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് 1 കൂളം ഓഫ് ചാർജ്. യെസ്, ചാർജ് തന്നിട്ടുണ്ട്. Q is equal to 1 കൂളം ആണെന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്പർ ചോദിച്ചിരിക്കുന്നത് അറിയത്തില്ല. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കണം. ദെൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഈന്റെ വാല്യൂ നമ്മൾ അറിയണം അല്ലെ. എത്രയാണ്? 1.6 into 10⁻⁻19 കൂളമാണ്. സോ ചോദിച്ചിരിക്കുന്നത് എന്താണ്? n ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ Q is equal to Ne നമുക്കറിയാം. നിങ്ങൾ ബോക്സിൽ ഇട്ട് കൊടുക്കണം. അപ്പം n ആണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ Q divided by E ചെയ്താൽ മതി അല്ലേ. What is equal to 1 divided by 1.6 into 10⁻⁻19. നിങ്ങൾക്കറിയാലോ ഇയാളെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെ, എന്ത് ചെയ്യും? ഇയാള് +19 ആവുമെന്ന് നിങ്ങൾക്ക് അറിയുന്ന ഞാൻ വിചാരിക്കുകയാണ് അല്ലെ. വളരെ സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്, നമുക്കറിയാം. അപ്പൊ ഇത്രയും ചെയ്താൽ മതി അല്ലെ. എന്താണ് ഇപ്പൊ ഉള്ളത്? 1/1.6 into 10⁻⁻19 അല്ലെ. അപ്പൊ 1/1.6 എത്രയാ? അവിടെ 1 ഉണ്ടേ.
ഞാൻ ഇട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മറന്നു പോകല്ല കേട്ടോ. അപ്പൊ 1/1.6 ചെയ്താൽ നമുക്ക് കിട്ടും എത്ര കിട്ടുക 0.625 എന്ന് കിട്ടും അല്ലെ. സോ ദ ആൻസർ എന്താ വരിക 0.625 ഇൻറ്റു 10⁻19 ഇങ്ങനെ എഴുതി കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും ആ ആൻസർ തന്നെയാണ്. അല്ല ഇനി വേണമെങ്കിൽ നമുക്ക് 6.25 ഇൻറ്റു 10⁻18 എന്ന് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. ആരും ഇതിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ട് ആംപിയർ ഒന്നോ കൂളം ഒന്നും ഇട്ട് കൊടുക്കല്ലേ. ബിക്കോസ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ്. സോ നമ്പറിന് എന്തില്ല യൂണിറ്റ് ഒന്നുമില്ല. സോ അതൊന്നും തള്ളി കൊടുക്കണ്ട. നമുക്ക് വേണമെങ്കിൽ 6.25 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആൻസറിൽ കൊടുക്കാം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു കറണ്ട് ഉണ്ടാവണമെങ്കിൽ ചാർജ് ഫ്ലോ ചെയ്യണം, ആ കണ്ടക്ടർ വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കണ്ടക്ടറിലൂടെ ചാർജ് ഫ്ലോ ചെയ്യുമ്പോഴാണ് കറണ്ട് ഉണ്ടാവുന്നത് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു കണ്ടക്ടർ ഉണ്ട്. ഓക്കെ, ഇതിൽ ഒരുപാട് ചാർജസ് ഉണ്ട്. അപ്പൊ ഇവര് വെറുതെ അങ്ങോട്ട് കിടന്നൊഴുകോ, വെറുതെ അങ്ങോട്ട് ഫ്ലോ ചെയ്യോ? ഓക്കെ, ഇത് എന്റെ എ, ഇത് എന്റെ ബി, വെറുതെ ഫ്ലോ ചെയ്യോ? ഇവരെങ്ങനെയാ അപ്പൊ ആരാ ഇവര് ഫ്ലോ ചെയ്യിപ്പിക്കുന്നത്? ഇവരങ്ങോട്ട് വെറുതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണോ? അല്ല, ഇവർക്ക് എന്ത് ചെയ്യണം? ഇവരെന്ത് ചെയ്യണം മക്കളെ? ഇവിടെയുള്ള ചാർജ് എന്ത് ചെയ്യണം? ഇവിടെ എത്തണം അല്ലെ. ഇവിടെ വെറുതെ പോവോ? ഇല്ല. എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു കാരണം വേണം അല്ലെ ഒഴുകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ വെള്ളത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹൈറ്റ് കൂടിയ അല്ലെ, ഹൈറ്റ് നല്ല കൂടിയ ഭാഗത്തു നിന്നും ഹൈറ്റ് കുറഞ്ഞ ഭാഗത്തോട്ട് വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ പറ്റും അല്ലെ. അപ്പൊ അതുപോലെ ഇലക്ട്രോൺസിനെ ഇവിടെ നിന്നും ഇവിടേക്ക് എത്തിക്കണം. എങ്ങനെ ഇലക്ട്രോൺസ് വെറുതെ ഫ്ലോ ചെയ്യോ? ഇല്ല, എന്തെങ്കിലുമൊക്കെ ഒരു കാരണം വേണം അല്ലെ. ഇപ്പൊ വെള്ളത്തിന്റെ കാര്യം പോലെ ഹൈറ്റ് ഡിഫറൻസോ പ്രഷർ ഡിഫറൻസോ എന്തെങ്കിലും ഒരു കാര്യം വേണം. അപ്പം ഇതെങ്ങനെ ഇവിടെ ഉണ്ടാകും? അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇവിടെയുള്ള ചാർജിനെ ആരിവിടെ എത്തിക്കും അല്ലെ? ഇവിടെയുള്ള ചാർജിനെ ഇവിടെ എത്തിച്ചാൽ എന്ത് ചെയ്യുള്ളൂ? ഇലക്ട്രോൺ ഫ്ലോ നടക്കത്തുള്ളൂ. അപ്പം അതിനു വേണ്ടി നമ്മൾ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് നമ്മുടെ സെൽ എന്ന് പറയുന്നത്. എന്താണ്? സെല്ല്. അപ്പൊ നമ്മള് സെല്ലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകും? ഇലക്ട്രോൺസില് ഒരു ഡിഫറൻസ്, അതായത് പ്രഷർ ഡിഫറൻസ് എന്ന് പറയും. ഇലക്ട്രോൺസ് വളരെ കൂടിയ ഒരു ഏരിയ, അതുപോലെ ഇലക്ട്രോൺസ് കുറഞ്ഞൊരു ഏരിയ, അങ്ങനെ 2 ഏരിയാസ് ഉണ്ടാകും. അപ്പൊ ഇലക്ട്രോൺസ് കൂടിയ ഏരിയയിൽ നിന്നും കുറഞ്ഞ ഏരിയയിലോട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ഇങ്ങനെ ഒഴുകിക്കോളും. ഇലക്ട്രോൺസ് ഒഴുകുമ്പോൾ എന്ത് കിട്ടും? കറണ്ട് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കുമ്പോഴാണ് ഇവർ കിടന്ന് ഒഴുകുന്നത്? സെല്ലുമായിട്ട് കൊടുക്കുമ്പോഴാണ്, സെല്ലുമായിട്ട് സർക്യൂട്ടിനെ കണക്ട് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുക? ഇലക്ട്രോൺസ് കിടന്നൊഴുകുക. സെല്ല് എന്താ ചെയ്യാ? സെല്ല് വർക്ക് ചെയ്യും. എന്ത് വർക്കാ ചെയ്യാ? ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് ഇലക്ട്രോൺസിനെ എത്തിപ്പിക്കും അല്ലെ. സെല്ല് എന്താ ആദ്യം ചെയ്യുക? ഇലക്ട്രോൺസിന്റെ കൂടിയ ഏരിയയും കുറഞ്ഞ ഏരിയ എന്നുള്ള രണ്ട് ഭാഗങ്ങൾ ഉണ്ടാക്കും. അപ്പൊ കൂടിയ ഏരിയയിൽ നിന്നും ഇലക്ട്രോൺസ് കിടന്നിങ്ങനെ ഒഴുകും അല്ലെ. നോക്കിയോ, ഇവിടെ എന്താണ് കൂടിയ ഏരിയ എന്ന് വിചാരിച്ചോ? ഇവിടെ കൂടിയ ഏരിയ ആണ്, ഇവിടെ ഇലക്ട്രോൺസ് വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തു നിന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കിടന്നിങ്ങനെ ഒഴുകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് കിട്ടും അല്ലെ. ഇവരെന്ത് വർക്കും കൂടെ ചെയ്യുന്നുണ്ട്, ഒരു വർക്കും കൂടെ ഇവർ ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ ഇവിടെ കൊണ്ടെത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. സോ സെല്ല് കണക്ട് ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? ഒരു ഡിഫറൻസ് വരുന്നത് അല്ലെ. കൂടിയ ഇലക്ട്രോൺ ഉള്ള ഏരിയയും കുറഞ്ഞ ഇലക്ട്രോൺസ് ഉള്ള ഏരിയയും ഉണ്ടാകും. അങ്ങനെ കൂടുതൽ നിന്നും കുറഞ്ഞതിലോട്ട് ഇലക്ട്രോൺസ് പോകുന്നു. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ഇലക്ട്രോൺസിനെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തോട്ട് എത്തിക്കണം. അതിന് ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? സെല്ലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ പഠിച്ചു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ അത്ഭുത മഹാസംഭവങ്ങളൊക്കെ നടക്കുന്നത്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points is a work done to move a unit charge അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ from one point to another point. മനസ്സിലായല്ലോ? അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിനോട്ട് ചെയ്യുന്നതാണ് വി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു അത് ചെയ്യുന്ന വർക്ക്. ആരെയാണ് വർക്ക് ചെയ്യുന്നത്? ചാർജിലാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ്. വി ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. വോൾട്ട് ആണ് കേട്ടോ. വി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാറ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലെ. ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ഇൻ മൂവിംഗ് എ ചാർജ് ഓഫ് 2 coulomb അക്രോസ് 2 points ഹാവിംഗ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 12 volt? യെസ്, എന്തൊക്കെ തന്നിട്ടുണ്ട്? ചാർജ് തന്നിട്ടുണ്ട് അല്ലെ. Q is equal to നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്?
2 കൂളം ആണ് അല്ലെ. 2 കൂളം നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെയോ പിന്നെന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ വി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് കൊടുക്കുന്നത്. എന്താണ് 12 വോൾട്ട് ആണ് കേട്ടോ. യൂണിറ്റും വി തന്നെയാണ് കേട്ടോ. 12 വോൾട്ട് ആണ്. ഇത്രയും കാര്യം കിട്ടിക്കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ഇതാണ്, W എത്ര? നമ്മൾക്കറിയാം നമ്മുടെ ഇക്വേഷൻ V is equal to W/Q. അങ്ങനെയാണെങ്കിൽ W is equal to എന്താണ് V into Q ആണ് അല്ലെ. സിമ്പിൾ അല്ലേ. V തന്നിട്ടുണ്ട് എത്രയാണ് 12 ആണ്. Q എത്രയാണ് 2 ആണ്. സോ 12 into 2 we will get 24 joule. സെറ്റ് അല്ലേ. വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആയതുകൊണ്ടാണ് ജൂൾ എന്ന് കൊടുത്തത് കേട്ടോ. സോ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇലക്ട്രിക് സർക്യൂട്ട് അല്ലെ. നമുക്കറിയാം ഒരു ബൾബ് കത്തിക്കണമെങ്കിൽ എന്തൊക്കെ വേണം, ബൾബ് വേണം, പിന്നെ കണ്ടക്ടർ വേണം അല്ലെ. ഇലക്ട്രോൺസ് ഒഴുകാനുള്ള സ്ഥലമാണ് കണ്ടക്ടർ. വെറുതെ ഒഴുകോ ഇലക്ട്രോൺസ് ഇല്ല. ഒരറ്റത്ത് നിന്ന് മറ്ററ്റത്തേട്ട് ഇലക്ട്രോൺസിനെ എത്തിക്കണം. അതിനെ പറയുന്ന പേര് എന്താന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ആര്, സെല്ല് അല്ലെ. അപ്പൊ സെല്ല് വേണം. അപ്പൊ ബൾബിനെ സിമ്പിൾ ആയിട്ട് കത്തിക്കണം എന്നുണ്ടെങ്കിൽ, ഗ്ലോ ചെയ്യിപ്പിക്കണമെങ്കിൽ സെല്ല് വേണം, ഒരു കണ്ടക്ടർ വേണം, ഒരു ബൾബും വേണം. ഇതുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ബൾബിനെ എന്ത് ചെയ്യാൻ, ഗ്ലോ ചെയ്യിപ്പിക്കാൻ പറ്റും അല്ലെ. സെല്ല് എന്തിനാണ്, ഇലക്ട്രോൺസിനെ കിടന്നൊഴുകിക്കാൻ, ഒരു തള്ളാൻ. ഇപ്പൊ രാവിലെ എണീറ്റാല് നമ്മൾ ബെഡിൽ ഇങ്ങനെ കിടക്കൂലെ, ആര് നമ്മളെങ്ങനെ തള്ളി പറഞ്ഞേക്കണം, അമ്മ എണീറ്റ് എന്ത് ചെയ്യണം, അമ്മ നമ്മൾ ഒരുക്കി ഇങ്ങനെ തള്ളി വിടണം. അതുപോലെ ഇലക്ട്രോൺസിന്റെ ഒരുക്കി തള്ളി വിടുന്ന ആളാണ് നമ്മുടെ സെൽ എന്ന് പറയുന്നത്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ടിനെ സിമ്പിൾസും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. സെല്ലുകൾക്കൊക്കെ എന്താണ് നമ്മൾ സിമ്പിൾസ് കൊടുക്കുന്നത്, ബൾബിന് എന്താ സിമ്പിള്, സ്വിച്ചിന് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. സെല്ലിന് എന്താണ്, ഒരു വലിയ വര, ചെറിയ വര. വലിയ വര പോസിറ്റീവ് ആണ്, ചെറിയ വര നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെ ബാറ്ററി. നമ്മൾ കടയിൽ പോയിട്ട് ചെയ്യുന്ന ഒരു മണ്ടത്തരം ഞാൻ പറയട്ടെ. നമുക്ക് ഒറ്റെണ്ണോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ പോയിട്ട് പറയും, ചേട്ടാ ഒരു ബാറ്ററി എന്ന് പറയില്ല. ഒരു ബാറ്ററി എന്ന് പറയുന്ന സംഭവം ഇല്ല. ആക്ച്വലി സെല്ലിനാണ് നമ്മൾ ഒന്നാണെങ്കിൽ പറയേണ്ടത്. ഒന്നിൽ കൂടുതൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിലാണ് നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിയോ, ബാറ്ററിന്റെ സിമ്പിൾ എന്താ, സെല്ലുകൾ, ഒരുപാട് സെല്ലുകൾ അല്ലെ, ഒരുപാട് സെല്ലുകൾ ഉള്ളതാണ്. സ്വിച്ച് മനസ്സിലാക്കണം, പ്ലഗ്, വയർ ജോയിൻ, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ കേട്ടോ. അമ്മീറ്റർ ഇതാണ്. അതുപോലെ വേറെ ആളും കൂടെ ഉണ്ട് അല്ലെ, വി എന്ന് എഴുതിയിട്ട്, അത് വോൾട്ടിമീറ്ററിനെയാണ്. വോൾട്ടിമീറ്റർ എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ദ ഡിവൈസ് യൂസ് ടു മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമ്മൾ നേരത്തെ കറണ്ടിനെ പറഞ്ഞല്ലോ, അത് മെഷർ ചെയ്യാൻ അമ്മീറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഒരു സർക്യൂട്ടിൽ എത്രയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പൊ ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് വോൾട്ടിമീറ്റർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ വോൾട്ടേജിനെ കുറിച്ച് പഠിച്ചു, കറണ്ടിനെ കുറിച്ച് പഠിച്ചു അല്ലെ, എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സെല്ലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ 2 സെല്ലുകളുണ്ട്. നമ്മൾ പറഞ്ഞു സെല്ലുകളാണ് എന്ത് ഉണ്ടാക്കുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇലക്ട്രോൺസ് കിടന്ന് ഫ്ലോ ചെയ്യുന്നത്. ഇലക്ട്രോൺസ് കിടന്ന് ഫ്ലോ ചെയ്യുമ്പോഴാണ് നമുക്ക് കറണ്ട് കിട്ടുന്നത്. മൊത്തത്തിൽ എല്ലാം എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ 2 സെല്ലുണ്ട്. ഒരു സെല്ലിന് 10 വോൾട്ട് ആണ് അതിന്റെ സ്റ്റോറേജ്, അതിന്റെ ഒരു കപ്പാസിറ്റി കേട്ടോ. മറ്റേതിന്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഒരു 20 വോൾട്ട് ആണെന്ന് വിചാരിച്ചോളൂ. നമുക്കറിയാം നമ്മളൊരു ബാറ്ററി, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കണ്ടക്ടർ എടുക്കുന്നു, ഒരു ബൾബുമായിട്ട് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ഇതിവിടെ വീണ്ടും ഒരു കണ്ടക്ടർ എടുക്കുന്നു, ഒരു ബൾബുമായിട്ട് കണക്ട് ചെയ്യുന്നു. നമ്മൾ കണക്ട് ചെയ്താൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ഇതിലുള്ള ഇലക്ട്രോൺസ് കിടന്നിങ്ങനെ ഫ്ലോ ചെയ്യും, അങ്ങനെ ബൾബ് പ്രകാശിക്കും. കറക്റ്റ് ആണ് അല്ലെ. അപ്പം ഏതിലായിരിക്കും ബൾബ് നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ടാവുക, നന്നായിട്ട് ഗ്ലോ ചെയ്യാം. നമുക്കറിയാം നമ്മള് സെല്ലിന്റെ ഇത് നോക്കിക്കോളൂ, വോൾട്ടേജ് നോക്കിക്കോളൂ. ഇതിൽ 20 ആണ്, ഇതിൽ 10 ആണ്. ഇതിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം വോൾട്ടേജ് എന്താ ചെയ്യുന്നത് അല്ലെ, നമ്മുടെ സെല്ല് ചെയ്യുന്നത് എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആ ഒരു വോൾട്ടേജ് അത് ക്രിയേറ്റ് ചെയ്യാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഇവിടെ അതിനനുസരിച്ചുള്ള അതിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് 10-നനുസരിച്ചുള്ളത് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ആണെങ്കിൽ 20 ഉണ്ട്, നല്ല പവർ കൂടുതലാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു, നന്നായിട്ട് ഇലക്ട്രോൺസിനെ തള്ളി വിടും. ഇലക്ട്രോൺസ് നന്നായി പോയാലേ ഉള്ളൂ, നന്നായിട്ട് സ്പീഡിൽ ഓടിയാൽ നല്ല കറണ്ട് കിട്ടും. നല്ല കറണ്ട് കിട്ടും എന്ത് ചെയ്യുന്നു, നന്നായിട്ട് ബൾബ് ഗ്ലോ ചെയ്യും. ഇവിടെ വരെ 20 ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിനെ നന്നായിട്ട് തള്ളാനുള്ള കഴിവ് ആർക്കുണ്ടാവും, ഇവർക്ക് ഉണ്ടാകും. അപ്പൊ മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റും, സെല്ലിന്റെ വോൾട്ടേജ് കൂടിയാൽ അവിടെ ഉണ്ടാകുന്ന ലൈറ്റ് അല്ലെ, ആ ഒരു എഫക്ട് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ലൈറ്റ് എഫക്ട് കൂടിയതെന്തുകൊണ്ടാ, കറണ്ട് കൂടിയതുകൊണ്ടാണല്ലോ. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, വോൾട്ടേജ് കൂടിയാൽ അല്ലെ, വോൾട്ടേജ് കൂടിയാൽ എന്ത് സംഭവിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെ. വോൾട്ടേജ് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നും പറയാം കേട്ടോ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കൂടുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് നമ്മൾ എന്താ പഠിച്ചത്, വോൾട്ടേജ് അല്ലെ. വോൾട്ടേജ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കാം കേട്ടോ. വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കൂടും അല്ലെ, കറണ്ട് കൂടും.
ഒരാൾ കൂടിയാൽ മറ്റേ കൂടും. നമുക്ക് ഇതിനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാൻ പറ്റും അല്ലെ. ദാറ്റ് ഈസ് വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. സെറ്റാണല്ലോ. ഇനി നമുക്ക് ഇതിനൊരു ഇക്വേഷൻ ആക്കി മാറ്റണം. ഈ പ്രൊപ്പോർഷണാലിറ്റിനെ മാറ്റി ഒരു ഇക്വേഷൻ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി മാത്സിൽ പഠിച്ച കാര്യമാണ്. എന്ത് ചെയ്യണം? ഒരു ഈക്വൽ ടു സൈൻ ഇട്ടിട്ട് ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട് എന്ത് ചെയ്യണം? അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. കോൺസ്റ്റന്റ് ഇൻറ്റു ഐ. സോ ഇവിടെ നമ്മുടെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതാണ് കോൺസ്റ്റന്റ് ആർ കേട്ടോ. അപ്പൊ V is equal to R into I എന്ന് നമുക്ക് കിട്ടുന്നതാണ്. V is equal to R into I. R എന്ന് പറയുന്നതാണ് റെസിസ്റ്റൻസ് ആണ് കേട്ടോ. റെസിസ്റ്റൻസ് പറഞ്ഞാൽ കറണ്ട് നേരെ ഓപ്പോസിറ്റ്. കറണ്ടിന് ഇഷ്ടമില്ലാത്ത ആളാണ് റെസിസ്റ്റൻസ്. അയാളെ കൂടെ തന്നെ ഇവിടെ ഇടുകയും ചെയ്തു അല്ലെ. സോ എന്താണ് നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. V is equal to R into I. എന്താണ്? V is equal to R into I. ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കൂടും. ഇതിന് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു ലോ പഠിക്കാനുണ്ട്. ആൻഡ് ദാറ്റ് ലോ ഇസ് നോൺ ആസ് ഓംസ് ലോ. അപ്പൊ എന്താ ഓംസ് ലോ നോക്കാം അല്ലെ. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവണം. ടെമ്പറേച്ചർ മാറാൻ പാടില്ല. മാറിക്കഴിഞ്ഞാൽ പലതും സംഭവിക്കും. ഓക്കെ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് വിളിക്കാം? വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കറണ്ട്. This is called Ohm's law. ഇതിൽ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്താണ്? V is equal to നമ്മൾ പഠിച്ചേ V is equal to IR എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ. എന്താണ്? ഐയര് വെജിറ്റേറിയൻ ആണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇതിൽ നിന്ന് നമ്മളോട് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും. R കണ്ടുപിടിക്കാനും I കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. സോ ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഒന്നും നിങ്ങൾ മറക്കൂല. ഇവിടെ V is equal to ചോദിച്ചതാണ് V is equal to I into R അല്ലെ. I into R എന്താണ്? V is equal to I into R. നെക്സ്റ്റ് എന്താണ്? R is equal to ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം R is equal to എന്താണ് മക്കളെ? V divided by I. ഇനി നമ്മളോട് I ആണ് ചോദിച്ചതെങ്കിലോ I is equal to എന്താണ്? V by R. അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് വരാം. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുകയും വേണം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. അതുപോലെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് നമ്മുടെ ഓംസ് ലോന്റെ ഗ്രാഫ്. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒളിഞ്ഞിരിക്കുന്ന ഒരാൾ എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഓംസ് ലോന്റെ ഗ്രാഫും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഗ്രാഫ് ഇവിടെ നമ്മളുടെ കറണ്ട് എക്സ് ആക്സിസിലെ കറണ്ടാ കൊടുക്കുന്നത് I ആണ്. അതുപോലെ ഇവിടെ നമ്മളുടെ വോൾട്ടേജ് നമ്മൾ ഏത് ലെറ്റർ ആയിരുന്നു? V അല്ലെ. ഇവരുടെ റിലേഷൻ എന്താണ്? ആക്ച്വലി V is directly proportional to I. ഇങ്ങനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഉള്ളവരുടെ ഗ്രാഫ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ് ഷുഡ് ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഇതുപോലെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കേട്ടോ. പാസിംഗ് ത്രൂ ദി ഒറിജിൻ അല്ലെ. ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളെ കിട്ടും. എങ്ങനെയാ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ. Y ഉള്ള ആളിനെ എക്സിലുള്ള ആളിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മാത്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ് Y by X എന്ന് പറഞ്ഞിട്ട്. ഇവിടെ വൈയിൽ ആരാണ്? വോൾട്ടേജ് ആണ് അല്ലെ. വോൾട്ടേജ് ആണ്. ഡിവൈഡഡ് ബൈ എക്സിൽ ആരാണ്? കറണ്ട് ആണ്. സോ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് V by I എന്താണ്? ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ആണ്. സോ ദ സ്ലോപ്പ് ഓഫ് ഓംസ് ലോ ഗ്രാഫ് അല്ലെ, ദ സ്ലോപ്പ് ഓഫ് VI ഗ്രാഫ് എന്ന് പറയും. അല്ലെങ്കിൽ ഓംസ് ലോ ഗ്രാഫ് ഗിവ്സ് റെസിസ്റ്റൻസ്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. എന്താണ്? ഓംസ് ലോ ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വാട്ട്? റെസിസ്റ്റൻസ്. സോ റെസിസ്റ്റൻസ് എന്താണെന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. റെസിസ്റ്റൻസ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. കറണ്ടിന് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇലക്ട്രോൺസ് ഒഴുകുന്നത് അയാൾക്ക് ഇഷ്ടമേ അല്ല. അപ്പൊ എന്ത് ചെയ്യും? മാക്സിമം അല്ലെ ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺസ് നന്നായിട്ട് ഒഴുകിയാലേ സെൽ എന്ത് ചെയ്യും? രാവിലെ എണീച്ച് അമ്മ നമ്മളെ പറഞ്ഞയക്കുന്നത് പോലെ സെൽ എന്ത് ചെയ്യുന്നു? ഇവരൊക്കെ എന്ത് ചെയ്യുന്നു അല്ലെ, എവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ ഇലക്ട്രോൺസിനെയും തള്ളി 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 ഇങ്ങനെ പറഞ്ഞയക്കും. പക്ഷേ ഇതൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളുണ്ട്. ആരാണ്? റെസിസ്റ്റൻസ്. അപ്പൊ റെസിസ്റ്റൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി ആണ്. അതിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഇറ്റ് റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ചാർജ്. ഫ്ലോ ഓഫ് ചാർജ് റെസിസ്റ്റ് ചെയ്യാൻ മീൻസ് കറണ്ടിനെ തന്നെ റെസിസ്റ്റ് ചെയ്യണം അല്ലേ. അയാള് മനസ്സിലാക്കി വെക്കണം. ഇറ്റ് റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ചാർജ് എന്നാണ്. ഇറ്റ് റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ചാർജ്. അതിന്റെ യൂണിറ്റും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഓം ആണ് ഇതിന്റെ യൂണിറ്റ്. OHM അല്ലെ. ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഒമേഗ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ.
കേട്ടോ. ഇനി റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു കണ്ടക്ടറിൽ എങ്ങനെയൊക്കെയാണ് റെസിസ്റ്റൻസ് പണിയെടുക്കുന്നത് അല്ലെ. അപ്പൊ കണ്ടക്ടറിന്റെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം. ഒരു കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഒരു മെറ്റലോ അല്ലെ എന്തും ആവും അല്ലെ, ഒരു വയറാണ് ഇപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്നത്. ആ വയറിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോഴാണ് നമുക്ക് കറണ്ട് കിട്ടുന്നത്. ഒക്കെ ശരിയാണ്. അപ്പം ഈ മെറ്റീരിയലിന് എന്തുണ്ടാവും, ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇനത്തിലെ ഒരു കുഴല് അല്ലെ, ഒരു കുഴല്. അതിൻ്റെ ഉള്ളിലൂടെ ഒരുപാട് കുട്ടികൾ കഷ്ടപ്പെട്ട് അപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഇതില് വളരെ കുറച്ചെണ്ണം ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെ. ഈ കുട്ടികളെ നിങ്ങൾ എന്ത് കൺസിഡർ ചെയ്യാം, ഇലക്ട്രോൺസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. ഇത് നമ്മളെ കണ്ടക്ടർ ആട്ടോ, നമ്മളെ കണ്ടക്ടർ ആണ്. ഈ കണ്ടക്ടറിലൂടെ ഇവരെന്ത് ചെയ്തു, ഇങ്ങനെ പോയപ്പോ ആകെ 3 പേര് മാത്രമാണ് ഇവിടെ എത്തിയത്. ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ എന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലോട്ട് കണ്ടെത്തണം കേട്ടോ. കറണ്ട് ആണല്ലോ അല്ലെ. അപ്പൊ ഇവിടുന്ന് ഒരുപാട് പോയിട്ട് കുറച്ച് ആൾക്കാരാണ് ഇവിടെ എത്തിയത്. ഓക്കെ, നെക്സ്റ്റ് കേസിൽ നോക്കിക്കോ, ഒരുപാട് പിള്ളേർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലൂടെ കടന്നു പോയിട്ട് ഏകദേശം അതേ എമൗണ്ട് പിള്ളേർ എന്താ പുറത്തേക്ക് എത്തിച്ചു. ഹായ് എന്തെളുപ്പം അല്ലെ, വളരെ ഈസി ആയിട്ട് എന്തിട്ടുണ്ട് അവരപ്പുറത്ത് എത്തിയിട്ടുണ്ട് അല്ലെ. അപ്പം ഈ 2 ചിത്രത്തിലും നമുക്ക് എന്താണ് ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നത്. ഒന്നാമത്തതിൽ എന്താണ്, കണ്ടക്ടർ ആണ്. ഇപ്പൊ കുഴലാണെങ്കിൽ ഈ ഒരു കുഴലിന് എന്താണ്, ലെങ്ത് വളരെ കൂടുതലാണ് അല്ലെ, ലെങ്ത് കൂടുതലാണ് ആണല്ലോ. കണ്ടക്ടറിന് എന്താണ്, ലെങ്ത് കൂടുതലാണ്. ഇവിടെയാണെങ്കിലോ ഏരിയ വളരെ കൂടുതലാണ്. ഏരിയ എന്താണ്, കൂടുതലാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ലെങ്ത് കൂടിയപ്പോൾ ഇലക്ട്രോൺസിന്റെ ഫ്ലോ അല്ലെങ്കിൽ എന്താണ്, ഇവർക്ക് കൂടുതൽ ആൾക്കാർക്ക് അവിടെ ഒഴുകി എത്താൻ പറ്റിയില്ല. നമുക്ക് പറയാം കറണ്ട് ആണല്ലോ ഇലക്ട്രോൺസ് ഫ്ലോ. കറണ്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ലെങ്ത് കൂടിയപ്പോ കറണ്ട് എന്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട് അല്ലെ. ലെങ്ത് കൂടിയപ്പോ കറണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. കറണ്ട് കുറയാന്ന് പറഞ്ഞാൽ എന്താണ്, റെസിസ്റ്റൻസ് കൂടുകയാണല്ലോ. റെസിസ്റ്റൻസ് കൂടി. അപ്പൊ നമുക്ക് പറയാം ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ്, ആ ഒരു പ്രയാസം, തടസ്സം അല്ലെ, തടസ്സമാണ് റെസിസ്റ്റൻസ് കൂടുതലുണ്ടെങ്കിൽ കറണ്ട് വളരെ കുറവായിരിക്കും. അപ്പൊ ലെങ്ത് കൂടിയപ്പോ റെസിസ്റ്റൻസ് കൂടി. ഇനി ഏരിയ കൂടിയപ്പോഴോ ഇവർക്കുള്ള പ്രയാസം എന്ത് ചെയ്തു, വളരെ കുറവായിരുന്നു. ഏരിയ കൂടിയപ്പോ റെസിസ്റ്റൻസ് കുറഞ്ഞു. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് കൂടുമെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇലക്ട്രോൺസ് ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നല്ല കറണ്ട്. സെറ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ പഠിച്ചതാണ് ലെങ്ത് അല്ലെ. ഞാൻ ഈ കളർ കൊണ്ട് എഴുതാം. ലെങ്ത് കൂടിയാൽ എന്താണ്, റെസിസ്റ്റൻസ് കൂടും. അതുവഴി എന്താണ്, കറണ്ട് കുറയും. അതും കൂടെ നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ പഠിച്ചു വെച്ചതാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. ഈ 3 കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും, ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും, ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് കൂടുമെന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നിങ്ങളോട് ചോദിക്കാറുണ്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓൺ റെസിസ്റ്റൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഒറ്റ കാര്യം പഠിച്ചു വെച്ചാൽ മതി. എന്താണ് ഒറ്റ കാര്യം, ലാൻറ്റ് എന്നുള്ള പേര്, L for ലെങ്ത്. എന്താണ് ലെങ്ത് എന്താ ചെയ്യുന്നത്, ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും നമുക്കറിയാം. നെക്സ്റ്റ് ഏരിയ. എന്താണ് ഏരിയ കൂടിയാൽ എന്താണ്, റെസിസ്റ്റൻസ് കുറയും അല്ലെ. നെക്സ്റ്റ് എന്താണ്, നേച്ചർ ഓഫ് മെറ്റീരിയൽ ആണ് കേട്ടോ. മെറ്റീരിയലിന്റെ നേച്ചർ അല്ലെ, പല മെറ്റീരിയൽ കൊണ്ടാണ് ഓരോ മെറ്റൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ കോപ്പർ ആവും, ചിലപ്പോൾ അലൂമിനിയം, ചിലപ്പോൾ ദ ബെസ്റ്റ് കണ്ടക്ടർ സിൽവർ ആവും അല്ലെ, അങ്ങനെ പലരാവും. അപ്പോൾ അവരുടെയൊക്കെ സ്വഭാവം എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സ്വന്തം റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നേച്ചർ ഓഫ് മെറ്റീരിയൽ. നെക്സ്റ്റ് എന്താണ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് മനസ്സിലാക്കണം. ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ലാൻഡ് എന്ന് നിങ്ങൾ പറഞ്ഞു പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആളാണ് റെസിസ്റ്റിവിറ്റി. എന്താണ് മക്കളെ, റെസിസ്റ്റൻസിനെ പഠിച്ചപ്പോ അവരുടെ ഏതൊരു കുടുംബക്കാരനാണ് അല്ലെ റെസിസ്റ്റിവിറ്റി. റോ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്ന് എഴുതി വെക്കുകയാണ്. നമ്മൾ പഠിച്ചു റെസിസ്റ്റൻസ് എന്താണ്, ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടുമെന്ന് പഠിച്ചു. അതുപോലെ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യമാണ് റെസിസ്റ്റൻസ് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതി കൊടുക്കുക അല്ലെ, 1/a. ഇതിന് രണ്ടിനെയും ചേർത്ത് എനിക്ക് എങ്ങനെ എഴുതാം, R is proportional to L/A എന്ന് എഴുതാലോ.
സിമ്പിൾ ആണല്ലോ, എഴുതാം. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു പ്രപ്പോർഷണാലിറ്റിനെ മാറ്റി നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഇക്വേഷൻ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ എന്താകും നമ്മുടെ ഇക്വേഷൻ? ആർ ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ എന്ന് എഴുതാലോ. എഴുതാം, സിമ്പിൾ ആണ്, എനിക്ക് അറിയാം. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്, ആ കോൺസ്റ്റന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. ഈ കോൺസ്റ്റന്റ് ആണ് ഇവിടുത്തെ റോ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നമ്മൾ ഹെഡിങ് റെസിസ്റ്റിവിറ്റി. സോ വി ക്യാൻ സേ ദാറ്റ് ആർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ. എഴുതിക്കൂടെ? എഴുതാലോ അല്ലെ. ഇനി നമ്മൾ റോക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ റോ ഇസ് ഈക്വൽ ടു ആർ എ ഡിവൈഡഡ് ബൈ എൽ എന്ന് നമുക്ക് എഴുതി കൊടുത്തൂടെ? എഴുതി കൊടുക്കാം, സിമ്പിൾ ആണല്ലോ. ആൻഡ് ദിസ് ഇസ് അബൌട്ട് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റോ. മറന്നു പോകരുത് കേട്ടോ. റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓം മീറ്റർ ആണ് ഇതിന്റെ യൂണിറ്റ് കേട്ടോ. ഓം മീറ്റർ മനസ്സിലാക്കണേ, മറന്നു പോകരുത്. അല്ലെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസിനെ ഡിഫൈൻ ചെയ്യാം, റെസിസ്റ്റിവിറ്റിനെ ഡിഫൈൻ ചെയ്യാം. റെസിസ്റ്റിവിറ്റി ഈസ് ദി റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ വെൻ ദ ഏരിയ ഈസ് 1 മീറ്റർ സ്ക്വയർ ആൻഡ് ദ ലെങ്ത് ഈസ് 1 മീറ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നോക്കിയടാ, ഇവിടെ ഈ ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ 1 ആണ്, ലെങ്ത്തും 1 ആയിരിക്കും, എല്ലാം കട്ട് ചെയ്ത് പോയാൽ റോ ഇസ് ഈക്വൽ ടു ആർ. ഈ റോ റെസിസ്റ്റിവിറ്റി ഈസ് ദി റെസിസ്റ്റൻസ് വെൻ ദ കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലെ. അപ്പൊ ദിസ് ഇസ് ഓൾ അബൌട്ട് റെസിസ്റ്റിവിറ്റി. അപ്പൊ ഇപ്പൊ നമ്മൾ റെസിസ്റ്റൻസ് പഠിച്ചു, റെസിസ്റ്റിവിറ്റി പഠിച്ചു, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇനി നമ്മള് റെസിസ്റ്റൻസിനെ എങ്ങനെ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യാം അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ആ ഒരു ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റർ. ഇത് നിങ്ങൾ കുറെ കണ്ടിട്ടുണ്ടാവും അല്ലെ. റിമോട്ടിന്റെ ബാക്കിലൊക്കെ ഇതുപോലെ ഒരു ബോർഡൊക്കെ എടുത്ത് നോക്കിയാൽ കുറെ ഇങ്ങനത്തെ സാധനങ്ങൾ കാണാൻ പറ്റും. ഇതൊക്കെ എന്തായിരുന്നു? റെസിസ്റ്റർ ആയിരുന്നു. അപ്പൊ ഈ ചാപ്റ്റർ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ആ വീട്ടിലേക്ക് കാണിച്ചു കൊടുക്കണം ഇതൊക്കെ റെസിസ്റ്റർ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കറണ്ടിനെ ഓപ്പോസ് ചെയ്യാന്നുള്ളതാണ്. എന്തിനാ പിന്നെ അതിനെ സർക്യൂട്ടിൽ കൊണ്ടുവരുന്നത്? കറണ്ടിനെ എന്തിനാ അങ്ങനെ കുറക്കുന്നേ വിചാരിക്കില്ലേ. ചില ഡിവൈസസിൽ നമുക്ക് എന്ത് ചെയ്യണം, കറണ്ടിനൊക്കെ കൺട്രോൾ ചെയ്ത് പിടിച്ചു വെക്കണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് നല്ല രീതിയിൽ ആ ഡിവൈസ് ഇങ്ങനെ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ആ സർക്യൂട്ടിൽ റെസിസ്റ്ററും അല്ലെ എല്ലാം നമുക്ക് എന്ത് വേണം. അപ്പൊ ഈ റെസിസ്റ്ററിനെ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ സർക്യൂട്ടിൽ കണക്ട് ചെയ്യാം എന്നും കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. സോ ഇതാണ് കേട്ടോ റെസിസ്റ്റർ. കണ്ടോ, അതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഓക്കെ, ഇതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, വലിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിക്കും. റെസിസ്റ്ററിന്റെ സിമ്പിൾ ഇതാണ് കേട്ടോ. സിമ്പിൾ ഇങ്ങനെ അല്ലെ, നമ്മളെ ECGന്റെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ പോകും. സോ നമുക്ക് 2 ടൈപ്പിൽ എന്ത് ചെയ്യാം, റെസിസ്റ്ററിനെ കണക്ട് ചെയ്യാൻ പറ്റും. സീരീസ് കോമ്പിനേഷനിലും പാരലൽ വേ അല്ലെങ്കിൽ പാരലൽ കോമ്പിനേഷനിലും നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഈ കണക്ഷൻ എന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കി വെക്കാം കേട്ടോ. സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാലയിൽ മുത്തുകളൊക്കെ കോർത്തിട്ട പോലെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അല്ലെ, എങ്ങനെയുള്ളതാണ് സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. എന്നാൽ പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് അല്ലെ. റെയിൽവേ ട്രാക്കിൽ ട്രെയിനുകളൊക്കെ നിർത്തിയിട്ടുണ്ടല്ലോ ഇങ്ങനെ അടുത്തടുത്ത് അല്ലെ, ഫേസ് ടു ഫേസ് ആയിട്ടുള്ളതാണ് പാരലൽ കോമ്പിനേഷൻ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം, സീരീസ് കോമ്പിനേഷനിൽ എപ്പോഴും അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. പാരലൽ കോമ്പിനേഷൻ ഇസ് ദ ബെസ്റ്റ് നമ്മൾ പറയാറുണ്ട്. കാരണം ഇതില് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. റെസിസ്റ്റൻസ് കുറച്ചാലാണല്ലോ കറണ്ട് ഈസി ആയിട്ട് ഒഴുകാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം എന്തിനാ റെസിസ്റ്റർ വെറുതെ കണക്ട് ചെയ്യുന്നത്, പക്ഷെ വേണം താനും അല്ലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, പാരലൽ കോമ്പിനേഷനിലാണ് നമ്മൾ എപ്പോഴും കണക്ഷൻസ് കൊടുക്കാറ്. ബിക്കോസ് അവിടെയുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കുറഞ്ഞു കിട്ടും. ഇവിടെ കണക്ട് ചെയ്താൽ വളരെ കൂടുതലായിരിക്കും. സോ ഫസ്റ്റ് നമുക്ക് സീരീസ് കോമ്പിനേഷൻ എങ്ങനെയാ നമുക്ക് നോക്കാം. സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ റെസിസ്റ്റർ അല്ലെ, കണ്ടല്ലോ ഇങ്ങനെ സിഗ്സാഗ് ഒക്കെ ഇങ്ങനെ വന്നു വിചാരിച്ചോളൂ. അപ്പൊ ഇവിടെ R1 R1, ദിസ് ഇസ് R2 ആൻഡ് ദിസ് ഇസ് R3. R എന്നൊക്കെ പറഞ്ഞാൽ ഓരോ റെസിസ്റ്ററുകളാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ടോട്ടൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക, R ടോട്ടൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും R എഫക്റ്റീവ് എന്നൊക്കെ വിളിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിൾ ആണ്. R1 പ്ലസ് R2 പ്ലസ് R3 വളരെ സിമ്പിൾ ആണ്, ഏറ്റവും സിമ്പിൾ ആണ് സീരീസ് കോമ്പിനേഷൻ. കണ്ടോ, എല്ലാം കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും കേട്ടോ. അതും കൂടെ മനസ്സിലാക്കണം. നെക്സ്റ്റ് പാരലൽ കോമ്പിനേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഫേസ് ടു ഫേസ് അല്ലെ, ഒന്നിനോട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കും അല്ലെ. ഫേസ് ടു ഫേസ് ആണ് എല്ലാവരും ഫേസ് ടു ഫേസ്. കണ്ടോ, ഇതാണ് ദിസ് ഇസ് R1 R2 R3 അല്ലെ. ഇതിങ്ങനെ മാത്രമല്ല കേട്ടോ, നമ്മൾ ഏതൊരു സർക്യൂട്ടിലാണ് ഇത് കണക്ട് ചെയ്യുക. നിങ്ങൾ ഇതിന്റെ ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് മാത്രം. സെല്ലുമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്ത് ചിലപ്പോൾ അതിൽ ബൾബ് ഒക്കെ ഉണ്ടാവും അല്ലെ. നമ്മൾ ഇത് മാത്രം ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ്.
ഓക്കെ, അപ്പൊ ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് ഇമ്പോർട്ടന്റ്. 1/R എഫക്റ്റീവ്. എന്താണ് 1/R എഫക്റ്റീവ് അല്ലെങ്കിൽ 1/R ടോട്ടൽ നമുക്ക് പറയാട്ടോ. ഈ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മനസ്സിലാക്കുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. അങ്ങനെ കൂട്ടിപ്പോയി. രണ്ടെണ്ണുള്ളെങ്കിലോ 1/R1 പ്ലസ് 1/R2 അങ്ങനെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ പാരലൽ കോമ്പിനേഷനിൽ. സോ ഇത് വെച്ചിട്ട് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. കാൽക്കുലേറ്റ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓർ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ ഗിവൺ സർക്യൂട്ട്. നമുക്ക് എന്തുണ്ട്, ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇതിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ആ ടോട്ടൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, കാരണം ഇത് സീരീസ് കോമ്പിനേഷൻ ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 3 + 4 + 4 എത്രയാണ്? 8 + 3 എത്രയാണ്? 11 ഒന്ന് മാത്രം എഴുതാൻ പറ്റുമോ? പറ്റില്ല. റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിച്ചത്. സോ ദാറ്റ്സ് നമ്മൾ ഓം എന്നും കൂടെ കൊടുക്കണം. ബിക്കോസ് ഓം ഈസ് എ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെ. സിമ്പിൾ ആണല്ലോ, സെറ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓർ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ ഗിവൺ സർക്യൂട്ട്. ഓഫ് കോഴ്സ് അതെങ്ങനെയാ തന്നിരിക്കുന്നത്? പാരലൽ വേ ആണ്. പാരലൽ വേ ആകുന്ന സമയത്ത് നമ്മൾ ഏതാ ഇക്വേഷൻ കൊടുക്കണം? നേരത്തെ പറഞ്ഞത് അവിടെ തള്ളാൻ പറ്റുമോ? പറ്റില്ല. അവിടെ നമ്മൾ വേറെ ഇക്വേഷൻ വേണം തള്ളാൻ. ആൻഡ് തള്ളൽ ഇക്വേഷൻ is 1/R effective is equal to 1/R1 plus 1/R2. ഇവിടെ രണ്ടെണ്ണം ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ അത് കൊടുത്തത്. സോ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. 1/R effective is equal to 1/2 plus 1/2. രണ്ടും എന്താണ്? സെയിം ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? മുകളിൽ രണ്ടാളെ ആഡ് ചെയ്ത് താഴെ അതുപോലെ ഇട്ട് കൊടുക്കാം. സോ we got 1/R effective is equal to 2/2. That is 1. 1/R effective is equal to 1. So R effective is equal to എന്താണ്? 1/1. That is 1. We got the answer. Next നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ കറണ്ടിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ. ഇനി നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? ആ കറണ്ട് ഉപയോഗിക്കുന്ന കുറെ ഡിവൈസസ് നമുക്കുണ്ടല്ലേ. ഫാൻ എന്താണ്? സ്വിച്ച് ഓഫ് ഓൺ ആക്കുമ്പോഴാണ് ഫാൻ കിടന്ന് കറങ്ങുന്നത് അല്ലെ. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെ കുറെ ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ പ്രവർത്തിക്കണം. ഇതൊക്കെ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? കറണ്ട് വേണം. ഇനിയിപ്പോ ഇത് കുറേ നേരം വർക്ക് ചെയ്തു എന്നങ്ങ് വിചാരിച്ചോ. എക്സാമ്പിൾ നമ്മുടെ ഫ്രിഡ്ജ് കുറേ നേരം എന്നും എപ്പോഴും ഓൺ ആവുന്ന ഒരു സാധനമാണ് ഫ്രിഡ്ജ് അല്ലെ. ഫുൾ ടൈം ഓൺ ആയിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രിഡ്ജിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ പോയിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ടുണ്ട്, തൊട്ട് നോക്കിയിട്ടുണ്ടോ? നമുക്കൊരു ചൂട് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. അവിടെ ഒരു ചൂടുണ്ടാകും. അതാണ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെ. അവിടെ അതിന്റെ ഉള്ളിൽ കുറെ സംഭവങ്ങൾ ഉണ്ട് അല്ലെ. കറണ്ട് ഒക്കെ പാസ് ചെയ്യുമ്പോൾ എന്തൊക്കെയോ അതിന്റെ ഉള്ളിലൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്താണ്? നമുക്കൊരു ഹീറ്റിംഗ് എഫക്ട് ഉണ്ടാകും. അത് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു ലോയും പഠിക്കാറുണ്ട്. ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി സ്ക്വയർ ഓഫ് ദി കറണ്ട് ഐ ആൻഡ് റെസിസ്റ്റൻസ് ആൻഡ് ദ ടൈം ടേക്കൺ അല്ലെ. അതിനെടുത്തിട്ടുള്ള സമയത്തിന് എന്ത് ചെയ്യുക? അവിടെയുള്ള റെസിസ്റ്റൻസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വീണ്ടും അതിനെന്ത് ചെയ്യണം? അവിടെ ഓടിയിട്ടുള്ള കറണ്ടിനെ സ്ക്വയറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് പറയാം H is equal to I²R T. ഇതാണ് നമ്മുടെ ഹീറ്റിംഗ് എഫക്റ്റിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ജൂൾസ് ലോന്റെ ഇക്വേഷൻ. H is equal to I²RT. ആക്ച്വലി ഹീറ്റ് ഒരു എനർജിയാണ് കേട്ടോ. എനർജി ഫോം ആണ്. അതും കൂടെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമുക്ക് എനർജി ഈസ് ഈക്വൽ ടു എന്നും കൂടെ നമുക്ക് ഇത് കൊടുക്കാം. എങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കിയാൽ മാത്രമേ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഹിയർ നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അതെങ്ങനെയാ വന്നേന്ന് ഓൾറെഡി നമുക്ക് അറിയാം അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഐനെ എന്ത് ചെയ്യാം? V/R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് കിട്ടും. സോ H is equal to I²RT, H is equal to V²/R into T, H is equal to VIT. ഇതൊക്കെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൊടുക്കാൻ പറ്റും. ഏതാണോ ഡാറ്റാസ് തന്നിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്യാം. എല്ലാം സെയിം ആട്ടോ. എച്ചിന് നമുക്ക് ഹീറ്റ് എനർജിയും കൂടിയാണെന്നും കൂടെ നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ആൻഡ് നെക്സ്റ്റ് ആണ് ഇലക്ട്രിക് പവർ. ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ എൻ ഇലക്ട്രിക്കൽ ഡിവൈസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ എനർജി ബൈ ടൈം അല്ലെ. പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പെർ ടൈം അല്ലെങ്കിൽ നമുക്ക് പറയാം എനർജി പെർ ടൈം. ഇറ്റ് ഈസ് എ ഹീറ്റ് ഡിസിപ്പേറ്റർ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ എനർജി ഡിസിപ്പേറ്റർ പെർ ടൈം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് എ എനർജി പെർ ടൈം. അത് പഠിച്ചാൽ നിങ്ങൾ. സോ ഇലക്ട്രിക് പവർ ഇസ് ഈക്വൽ ടു E/T അല്ലെ. E/T നമ്മൾ എന്തൊക്കെ ഇക്വേഷൻസ് ആണ് നേരത്തെ പഠിച്ചേ? H is equal to അല്ലെ, E is equal to അല്ലെ. E എന്ന് പറഞ്ഞിട്ടുണ്ട്. H എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പഠിക്കാം I²RT എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണ് that is equal to I²RT divided by T കട്ട് ചെയ്തു. We got I²R. So we got P is equal to I²R. അങ്ങനെ നമുക്ക് പല ഇക്വേഷൻസ് കൊടുക്കാം കേട്ടോ. പല ഇക്വേഷൻസ് കൊടുക്കാം. നെക്സ്റ്റ് ആയിരുന്നു H is equal to അല്ലെ. E is equal to നമ്മൾ എന്താ പഠിച്ചിരുന്നു? V²/R into T എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം പവർ ആവുന്ന സമയത്ത് പവർ is equal to എന്താണ്?
E by T ആണ് അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ R ഇൻറ്റു T ഹോൾ ഡിവൈഡഡ് ബൈ T. T കട്ട് ചെയ്യുന്നു, V സ്ക്വയർ ബൈ. അങ്ങനെ ഒരുപാട് ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ അതെന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കണം. ഇയും എച്ച് ഒക്കെ സെയിം ആണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സെറ്റ് ആണല്ലോ. സോ ഇവിടെ ഞാൻ T കൊണ്ട് ഡിവൈഡ് ചെയ്താട്ടോ പവറിനെ, അങ്ങനെയാണ് I സ്ക്വയർ R വന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നന്നായിട്ട് മനസ്സിലായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്കൊരു ലൈക്കും അതുപോലെ തന്നെ ഒരു കമന്റും കൂടെ നിങ്ങൾ അവിടെ തരണം കേട്ടോ. സോ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഹാസ് മോർ റെസിസ്റ്റൻസ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക്, പക്ഷെ നമ്മുടെ ഡ്യൂറേഷൻ വളരെ കൂടുതലായതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് കട്ട് ചെയ്ത് പോകുന്നത്. സോ നമ്മൾ ഓരോ വീഡിയോസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം, കൂടെ തന്നെ ഫീഡ്ബാക്കും കൂടെ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, വിച്ച് ഹാസ് മോർ റെസിസ്റ്റൻസ്. ഇതിൽ ഏതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. രണ്ട് മെറ്റീരിയൽസ് ഉണ്ട്, എ ഉണ്ട് ബി ഉണ്ട്. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? VI ഗ്രാഫ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. സോ അതിൽ റെസിസ്റ്റൻസ് കൂടിയത് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം റെസിസ്റ്റൻസ് VI ഗ്രാഫുമായിട്ട് ഒരു ബന്ധമുണ്ട്. എന്താ ബന്ധം? ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? റെസിസ്റ്റൻസ് കിട്ടുമെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതിയല്ലോ, ഇതിൽ ആർക്കാണോ സ്ലോപ്പ് കൂടുതൽ അയാൾക്കാണ് റെസിസ്റ്റൻസ് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എങ്ങനെ സ്ലോപ്പ് മനസ്സിലാക്കും? അതാണ് ഏറ്റവും വലിയ ടാസ്ക് അല്ലെ. എന്ത് ചെയ്താൽ മതി മക്കളെ? ഇവിടെ നിന്ന് ആംഗിൾ നോക്കി നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറഞ്ഞ ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ എക്സ് ആക്സിസുമായിട്ട് എത്ര ആംഗിൾ ആണോ ഇവരുണ്ടാക്കുന്നത് അതാണ് സ്ലോപ്പ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ AB എന്ന് പറഞ്ഞ ഏകദേശം ഒരു 30 ഡിഗ്രി, ഞാൻ വെറുതെ ഒരു മെഷർമെന്റ് പറയാം, 30 ഡിഗ്രി. A ആണെങ്കിൽ ഏകദേശം നമുക്കൊരു 45 ഡിഗ്രി ഒക്കെ പറയാൻ പറ്റും അല്ലെ. അപ്പൊ ആർക്കാണ് ആംഗിൾ കൂടുതൽ? Aക്കാണ് ആംഗിൾ കൂടുതൽ. അല്ലെങ്കിൽ നമുക്ക് പറയാം എക്സ് ആക്സിസുമായിട്ട് കൂടുതൽ ആംഗിൾ ആരാണ് ഉണ്ടാക്കുന്നത് അയാൾക്കാണ് സ്ലോപ്പ് കൂടുതൽ എന്ന് പറയാം. സോ വി ക്യാൻ സേ ദാറ്റ് ഹിയർ A ഹാവിംഗ് മോർ സ്ലോപ്പ്. ആർക്കാണോ സ്ലോപ്പ് കൂടുതൽ അയാൾക്കാണ് റെസിസ്റ്റൻസ് കൂടുതൽ. സോ എക്കാണ് റെസിസ്റ്റൻസ് കൂടുതൽ. ഇത്രയും കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ദാറ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ കമന്റ് ചെയ്യണം കേട്ടോ. ആൻഡ് ദിസ് ഈസ് ഈ ക്വസ്റ്റ്യൻ. ഇതാണ് നമുക്ക് VI ഗ്രാഫ് തന്നിട്ടുണ്ട്. രണ്ട് മെറ്റീരിയൽസ് ഉണ്ട് നമുക്കിവിടെ. രണ്ട് മെറ്റീരിയൽസ് ഉണ്ട്, Pയും Q. വിച്ച് ഹാസ് ലോ റെസിസ്റ്റൻസ്. ആൻസർ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കുമായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.